ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിനെ സംബന്ധിച്ച്, കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റുകളുടെ പെരുമഴ കൊണ്ട് സമ്പന്നമായ ഒരു ദിവസമായിരുന്നു. അതെ, ഇന്ത്യൻ ഫുട്ബോളിന് മേൽ വന്നു പതിച്ച പ്രതിസന്ധികളുടെ അത്രമേൽ ഉള്ള ദയനീയാവസ്ഥയുടെ കാർമേഘം ഒഴിഞ്ഞിട്ട് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഫുട്ബോൾ പ്രതീക്ഷകളുമേറി ആ പോരാളികൾ ദിവസങ്ങളില്ല, ഇനി 2 ദിവസങ്ങൾക്കപ്പുറം ഇറങ്ങുകയാണ്. അത് 9 മത്സരങ്ങൾ സ്വന്തം നാട്ടിൽ കളിക്കാനുള്ള അവസരം മറ്റേത് ടീമിനേക്കാളും ആ ടീമിനാണ് ഇപ്പോൾ ഉള്ളത്. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്. അത് അത്തരത്തിൽ അതെല്ലാം കൺഫേം ചെയ്യുന്ന രീതിയിൽ അതിനോടെല്ലാം സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ്. ഞാൻ വളരെ വൈകിയെന്നറിയാം, ഐ റിയലി അപ്പോളജി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ CEO ആയ അഭിക് ചാറ്റർജി, നമ്മുടെ എസ്സേ റൈറ്റർ, കൂടുതലങ്ങ് ആളാവല്ലേ, പിന്നെ നമ്മുടെ അഭിക് ചാറ്റർജി, പിന്നെ നമ്മുടെ നമ്മുടെ ഡേവിഡ് കെറ്റാല, നമ്മുടെ വികാസ് യുംനാമ്, അതേപോലെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാരോളിസ് കിൻഗിസ്, നമ്മുടെ CEO അഭിക് ചാറ്റർജി, പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ GCD ഗ്രേറ്റർ ദാൻ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത്, നമ്മുടെ CEO അഭിക് ചാറ്റർജി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല് ക്ലബ്ബ് അടച്ചു പൂട്ടുന്ന സാഹചര്യം പോലും സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നു. ഓ മൈ ഗോഡ്, സോറി സാർ, ഒരുപാട് തെറ്റിദ്ധരിച്ചു താങ്കളെ. പക്ഷെ എന്നാലും തങ്ങളുടെ കയ്യിരിപ്പുണ്ട്. ഒരാൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഈ ക്ലബ്ബ് അങ്ങനെ ഗതി പിടിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ക്ലബ്ബ് അടച്ചുപൂട്ടുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. ഒരുപാട് പേരുടെ സാക്രിഫൈസ് ആണ്, സാലറി കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരുടെ സാക്രിഫൈസ് ആണ് ഇന്നും ഈ ക്ലബിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് പേർ അദ്ദേഹം എല്ലാവർക്കും നന്ദി പറയുന്നു. പ്ലെയേഴ്സ്, സ്റ്റാഫ്, അതേപോലെ ആരാധകർ, കൂടെ നിന്ന എല്ലാ ആരാധകരും ഓടും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ഈ സീസൺ അത്രമേൽ എന്താ പറയുക, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു സീസണാണ്, ഒരു വർഷമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ സ്റ്റേഡിയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകിയ GCDAയോടും അദ്ദേഹം തീർത്താതിരാതെ നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാരോളിസ് കിൻഗിസ് പറഞ്ഞത്, ഈ നിമിഷത്തിൽ ഞാൻ ലൂണയോട് വളരെ നന്ദി പറയുകയും ലൂണയെ അഭിനന്ദിക്കാനുമാണ് ഞാൻ ഒരുങ്ങുന്നത്. കാരണം ക്ലബിന്റെ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് ലോണിൽ പോകാൻ തയ്യാറായി. കൂടാതെ എല്ലാ പ്ലെയേഴ്സിനോടും എല്ലാ സ്റ്റാഫിനോടും എല്ലാം നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. കൂടാതെ ക്ലബിന്റെ ഈ ഒരു സാഹചര്യം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഡേവിഡ് കെറ്റാല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ വളരെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു സ്റ്റേഡിയത്തിൽ ഈ ഒരു ആരാധകർക്ക് മുന്നിൽ നിന്ന് കളിക്കാൻ ഒരു എന്റെ ടീമിനെ ഇറക്കാനായിട്ട്. പക്ഷെ അതിന് എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാനത് കാരോളിസിനോടും അഭിഗിനോടും എല്ലാം പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു ആരാധകർക്ക് മുമ്പിൽ കളിക്കാൻ ഇറങ്ങുന്നതിനെ പറ്റി. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സീസൺ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമ്മുടെ സാഹചര്യം വളരെ മോശമാണ്. അതേപോലെ വികാസ് യുംനാമും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ GCD ചെയർമാൻ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ കടന്നു പോകുന്ന അത്രമേൽ പ്രതിസന്ധിയിലൂടെയാണ്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അറിയുന്ന ഒരു സത്യവും കൂടെയാണ്. ഈ ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സോ അതുകൊണ്ട് GCD ചില ഇളവുകൾ ബ്ലാസ്റ്റേഴ്സിന് നൽകുകയാണ്, AIFFന്റെ എല്ലാം അഭ്യർത്ഥന മാനിച്ച്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല്, നമ്മുടെ സ്റ്റേഡിയം 8 ലക്ഷം രൂപയാണ് റെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്, ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ 2 ലക്ഷം രൂപയായിട്ട് അത് കുറയ്ക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോട്ടറി തന്നെയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല്, AIFFന്റെ എല്ലാ അഭ്യർത്ഥന മാനിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പണി നമ്മുടെ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് നമ്മുടെ സ്റ്റേഡിയം ഉയർത്തി. സാധാരണ ഇത്തരത്തിലുള്ള സ്റ്റേഡിയത്തിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒരു വലിയ റെന്റ് ആയിരിക്കും വാങ്ങിക്കേണ്ടത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ അത്രമേൽ, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്ന അവസ്ഥ അത്രമേൽ
പരിതാപകരമായതിനാൽ അതിലേക്ക് കടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ലൂണ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ജീവാത്മാവും പരമാത്മാവും മലയാളികളുടെ എല്ലാമായ നമ്മുടെ അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിറ്റിൽ മാർ എന്ന നമ്മുടെ സ്വന്തം ലൂണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ ഓരോ ഹൃദയം ഇടിപ്പും ഈ ക്ലബിനൊപ്പമാണ്. അദ്ദേഹത്തിന്റെ ഓരോ തുള്ളി രക്തവും ഒഴുകുന്നത് ഈ നാടിന് വേണ്ടിയാണെന്ന് ആ പോസ്റ്റിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒപ്പമുണ്ട്, ഞാൻ ഓരോ മത്സരത്തിനും കൂടെ ഉണ്ടാവും, ഞാൻ ഓരോ മത്സരവും കാണുന്നുണ്ട്, ഹൃദയം കയ്യിലെടുത്ത് പോരാടുക ഗൈസ്, ഹൃദയം കയ്യിലെടുത്ത് പോരാടുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ബ്ലാസ്റ്റേഴ്സ് അത് റീഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് വന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.